സംഭവം ഞങ്ങള് നമ്മുടെ യാത്രയോടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൽക്കാലം ഇവിടുത്തെ നമ്മൾ കുറച്ചുകൂടെ മുന്നേക്ക് ഇങ്ങനെ പോകുന്നപ്പോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ 7:14. നമ്മൾ ഒരു 6 സമയത്തിന് എണീറ്റിട്ടുണ്ട്. നമ്മൾ ഫ്രഷായി. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്നീനെ നമ്മളെ മണിയറയാണ് കേട്ടോ. കൊതുക് വിലയൊക്കെ ഉള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് രാവിലെ ബ്രഷ് ചെയ്യാൻ പോയപ്പോഴേ അടിപൊളി കുറച്ച് കാഴ്ചകളുണ്ട്. ഞാൻ കാണിച്ചു തരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ഫോൺ എടുത്തില്ല. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ജസ്റ്റ് സ്നാക്സ് സാധനങ്ങൾ. നമ്മൾ ചെക്കൻ ആക്ച്വലി ഓന് ഫീവർ ആയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ഗുഡ് മോർണിംഗ് കാഴ്ചകൾ, ഒരു വളരെ ഏർലി മോർണിംഗ് കാഴ്ചകളാട്ടോ ഇവിടെയുള്ള. പശുവിനൊരു മാറ്റി കെട്ടി അവിടുന്ന് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളിന്നലെ ചിക്കൻ്റെ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ, കറുത്തതാക്കാം പപ്പായ, നമ്മുടെ നാട്ടിൽ കറുത്താന്ന് പറയും കേട്ടോ, കറുപ്പൂസ പപ്പായ എന്നൊക്കെ പറയും ഈ ഒരു സാധനത്തിന്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യും. കമൻ്റൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ലൗച്ചിനൊക്കെ സമാധാനം രസമല്ലേ. അപ്പോൾ നമുക്ക് കുറേ വീഡിയോസൊക്കെ ഇടാനുള്ളത് ഇത് കിട്ടുള്ളൂ. ഇതിങ്ങനെ നൈസായിട്ട് അവിടെ ചാണകത്തിൻ്റെതാണ്. ഇവിടെയൊന്നും ചാണകക്കുഴിയൊന്നും വലിയ സ്മെല്ലില്ലട്ടോ. ഇവിടെ ഒരു സംഭവം നോക്കിയാൽ, അതായത് എന്താ ബ്യൂട്ടി അറിയോ, നാച്ചുറൽ ആംബിയൻസ്. രാവിലെ പോലെ എണീക്കണം, അതായത് 0 പൊല്യൂഷനാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ളത് അത്ര പോലും ഇവിടെ അലമ്പില്ല. ഇതിപ്പോൾ ഒരു വില്ലേജാണ്. ഓരോ വില്ലേജുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. ഇവിടെ ഒരു വീട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വീട്, അപ്പുറത്തൊരു വീട്, പിന്നെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു വീട്. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ ഗ്രാമത്തിലെ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയകളിലെ ഗ്രാമത്തിലെ ഇത് കേട്ടോ, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അത് നല്ലൊരു രസമല്ലേ. അത് ചെറിയൊരു അകലം. എന്നാൽ ഇപ്പോൾ ഇവരൊക്കെ എന്താ വെച്ചാൽ വൈകുന്നേരങ്ങളിലാണ് ഇവർ ലേഡീസൊക്കെ ജസ്റ്റ് റോട്ടിലേക്ക് ഇറങ്ങുന്നു, സംസാരിക്കുന്നു. ജെൻസാണെങ്കിൽ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് നല്ല രസമല്ല പരിപാടിയാണ്. മറ്റത് കുറേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ അപ്പുറത്തൊരു വീട്, അപ്പുറത്തൊരു നിരത്തി കോളനി പോലെ ആയില്ലേ. അങ്ങനെ ഭയങ്കര ബോറാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വീടൊക്കെ ഫസ്റ്റ് ഞങ്ങൾ വീട് ചെല്ലുന്ന സമയത്ത് ആദ്യൊരു വീടായിരുന്നു. ഞങ്ങളെ വീട് എന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും അതേപോലെ തിങ്ങി നിറഞ്ഞ വീട്. ഭയങ്കര ബോറാണ് അല്ലേ. ഒരു 10-20 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഒറ്റക്കൊരു വീട്, നൈസായിട്ട്. കുറച്ച് അപ്പുറത്ത് ഒരു അയൽവാസി, അതിൻ്റെ അപ്പുറത്ത് അയൽവാസികൾ വേണ്ടെന്നല്ല, അത് വേണം. അത് സോഷ്യൽ ലൈഫിൻ്റെ ഏറ്റവും ലൈക്ക് unavoidable part of life, inevitable part of life, let's say like that, for especially for social life ആണോ. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത് ലിച്ചി മരടോ. അവിടെ നേരത്തെ കണ്ടില്ലേ, അവിടെ കണ്ടില്ല, ഇന്നലെ നമ്മൾ കണ്ടില്ല ലിച്ചി. ഇത് കഴിച്ചിനേപ്പിന്നെല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, സംഭവം നല്ല നാച്ചുറൽ, അതായത് പക്ക നാടൻ വൈബ് അറിയില്ല, അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നമുക്കിഷ്ടം. ഓക്കെ, ഇപ്പോൾ നമ്മളിനി ഇവിടുന്ന് പാസിഗഡ് പോവുകയാണ്. പാസിഗഡ് എന്ന അരുണാചൽ പ്രദേശാണ്. ILP വേണം, ഇൻ്റർനെറ്റ് പെർമിറ്റ്. അവിടെ പോകണമെങ്കിൽ നമ്മളെ ILP അറിയില്ലേ, അതായത് നമ്മളൊരു വിസ അല്ലെങ്കിൽ ഒരു പെർമിറ്റ് പരിപാടിയാണ്. നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് നമുക്ക് വരണമെങ്കിൽ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പോലെ ILP ഇൻ്റർലൈൻ പെർമിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോകും. ഓക്കെ, ചിലപ്പോൾ നമ്മളിനി മേഘാലയയും മിസോറാമൊക്കെ പോയിട്ടാണ് പോവാം. അല്ലെങ്കിൽ നമുക്ക് പാക്കേജും കുറച്ച് നമുക്ക് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ ഗസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ നിർബന്ധമായിട്ടും ചെല്ലേണ്ട, അപ്പോൾ നമ്മളെ ഫേസ് കണ്ടിട്ട് ഒക്കെ അങ്ങനത്തെ വരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ കൂടെ. അപ്പോൾ ഞാൻ തന്നെ അവിടെ വേണമെന്ന് പറയുന്ന കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്, ഫാമിലിയാണ്. അപ്പോൾ ഓരോ കൂടെ ജോയിൻ ചെയ്യണം. ഒക്ടോബർ 1-2 അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാക്കേജ് വരുന്നുണ്ട്. ഒക്ടോബർ 14 ഒക്ടോബർ 1-14 പാക്കേജ്. 3-ാം തീയതി ഡൽഹി എത്തും, ആഗ്ര എത്തും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ എത്തണം. തേങ്ങ 18 പട്ട. പിന്നെ ഇവിടെ അടക്കാപ്പഴം ഉണ്ട്. അടക്കാപ്പഴം ഇതിനെന്താണ് നാട്ടിൽ പോരാ, പേരക്ക എന്നാവും അല്ലേ. പേരു ട്രെയിനിൽ പോകുമ്പോൾ കേട്ടിട്ടില്ലേ, അതാണ് പേരക്ക. അപ്പോൾ നമ്മൾ ചായ അടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോവും. ഓക്കെ, ചെക്കൻ്റെ ചെരുപ്പ് ഇട്ടിട്ടുള്ളത് നോക്കി. ഇവിടെ ചാണകക്കുഴി ഉണ്ട്, ഒന്നൊരു വിഷയം തന്നെ അല്ല. ഓക്കെ, ഗുഡ് മോർണിംഗ്. കൈസേ
ഇതാണ് മനസ്സിലായോ? നമ്മളിന്നലെ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ വന്നിരുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളാണ് പാസിക്കേട് പോകുന്നത്. നമ്മൾ ബൈക്കിൽ പോലെ പ്ലാനാണ്. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ 2 ആൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പാസിക്കേട് പോകാൻ കുറച്ച് എണ്ണ അടിച്ചണം. കുഴപ്പമില്ല, ആവശ്യങ്ങൾ നിറവാനാണെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കി നന്നാവും. നമ്മൾ പോവാണ്. इसके नाम क्या था? गाय का धनुश्री താനശ്വരി താനോഷ് ഇവരൊക്കെ നമ്മളെ വ്ളോഗിലുണ്ട് കേട്ടോ. ഹായ് ബോലോ ഹസ്ദോ ദാന്ത് ബാഹർ ഹായ്. അപ്പോൾ ചെറിയൊരു മഴ മാറ്റുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ വാഴേണ്ടത് ഇതേപോലത്തെ അല്ല കേട്ടോ. ഇവിടെ വീട്ടിലെല്ലാം ഉണ്ട്. നമ്മളെ പഴയ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഏകദേശം സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട്. നമ്മളമ്മ ബാപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് സത്യത്തിൽ 5 സെൻറ്റ് സ്ഥലമുള്ളൂ. ആ സ്ഥലത്ത് കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട്. വീട് നിൽക്കണ സ്ഥലം കേട്ടോ, അല്ലാതെ കുറച്ചുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പം ഇന്നലെ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറല്ല അരുണാചൽ പ്രദേശ് പോയിട്ട് അവിടുന്ന് കുറേ കാട്ടിട്ട് കുറേ സാധനങ്ങൾ കാണിച്ചില്ലേ, അങ്ങനത്തെ പഴയ കിറ്റിലും പഴ കേട്ടോ. ഞാൻ എന്താ നിറം കണ്ടിട്ട് ഞാൻ വേറെ ഒന്ന് വാങ്ങിയ, പക്ഷെ അത് വാങ്ങാൻ പാടില്ലായിരുന്നു. ഇതിന് ഏറ്റവും ബെറ്റർ എന്താ നമ്മൾ കഴിച്ചിരുന്ന എന്നിട്ടത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ആണോ, ധനുശ്രീയും കഴിക്കണത് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ബാക്കി കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാണ്. ഓക്കെ, ഹേയ് പാസിക്കേട് പോവാണ്ടോ, അതാണ് ഓരോ വീട്. ഓക്കെ, ഇന്നലെ ഞങ്ങൾ MLA അടുത്ത് പോയാണല്ലേ. ഇത് ഈ ഹൈവേ അവിടെ ഹൈവേ ഒന്നുണ്ടോ, അപ്പുറത്ത് പോണേ ടാറിൻ്റെ സ്മെല്ലുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അത് വന്ന സമയത്ത് എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തു, ഇവിടെ എല്ലാം മുളകളൊക്കെ മുറിച്ചു. ഇവിടെ ഒരു മുളക്ക് 100 രൂപയാണ് വില. അപ്പോൾ ഇവിടെയുള്ള കുറേ വീടുകൾ ഇതേപോലെ മുറിച്ചു അനധികൃതമായിട്ട്. അതിനെതിരെ പോയതാണ് ഇവർ. അപ്പോൾ അവിടെ ഹൈവേ വരുന്നതിന് ഇവിടെ മുള മുറിച്ചതിൻ്റെ കാരണം അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ സുഹൃത്തുക്കളെ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു മുളക്ക് 100 രൂപ കിട്ടണം എന്നുള്ള രൂപത്തിലാണ് അവർ പോയിട്ട് അതിന് കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവർക്ക് 500 മുള എൻ്റെ മുറിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അവർക്ക് 50,000 കിട്ടുന്നത്. അങ്ങനെ ഓരോ വീടുകൾക്കും ഇതേപോലെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മുള ഇതേപോലെ മുറിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരുടെയും മുള ഇതേപോലെ ഇവർ ഗവൺമെൻറ് മുറിച്ചുകൊണ്ട് മുളക്ക് വില കുറഞ്ഞും ചെയ്തു. ഇവർക്ക് തക്കതായ പൈസയും കിട്ടില്ല. ഇതൊക്കെ ഇവിടുത്തെ പോലെ അയൽവാസികളാട്ടോ. ഓരോ വീടുകൾ ഭയങ്കര അകൽച്ചയിലാണ് ഓരോ വീടുകൾ. അപ്പോൾ നമ്മൾ ഇതിനോട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിയിൽ കാണാം. ഓക്കെ, നമ്മുടെ യാത്രയോടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നേരെ പാസിഘട്ട് പോവാണ്, അതായത് अरुणाचल प्रदेशിലാണ് പോകുന്നത്. बोलो हेलो गुड मॉर्निंग। अभी हम लोग जा रहे हैं नामसाई अरुणाचल घूमने के लिए। मजाक अकेला हम लोग भी, मेरा थोड़ा नाक बंद है तो आवाज में थोड़ा प्रॉब्लम हो रहा है। उनका थोड़ा दिक्कत हो गया है, उसको सर्दी लग गई है। कल का ठंडा मौसम था, थोड़ा लेट हो गया हम लोग। लेट हो गया फिलहाल 8 बज गया। ठीक है, अभी 8 बज गया। हाँ जी, कब बराबर 8 बज गया। तो हम सीधा पासीघाट है ना। कितने घंटे का रास्ता है टोटल? 2 घंटे का। 2 घंटे का रास्ता, तो 75 किलोमीटर है ना। 110 किलोमीटर जो जाना पड़ेगा। तो बिल्कुल रास्ता से थोड़ा अलग है। जब जैसे जाएगा ना फायदा होगा। अरे गाड़ी പിന്നെ കൺട്രോൾ കമ്മിയാണ്, സ്പീഡ് കൂടുതൽ കൺട്രോൾ കമ്മിയാണ്. കുറേ ഡ്രൈവർമാർ അതേപോലെ ഉണ്ട്. ഭാഷ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഭാഷ എന്നുള്ളത് മനസ്സിലാവാനുള്ളത് മാത്രമാണ്. നമ്മൾ ഫസ്റ്റ് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒരു ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പോവാണ്, പോണ വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, ഒരു പുതിയ ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവർ का जरूर है ना? जरूर है। ड्राइवर नहीं है, ये रोड पे नीचा कर देगा। रोड पर ब्रिज बन रहा है, ബ്രിഡ്ജ്. ഓക്കെ, ये जरूरत है। അപ്പോൾ ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഷിലാഗോൺ ബ്രിഡ്ജ് നമ്പർ 44 ഷിലാഗോൺ. क्या है कि समय के साथ हर चीज का जरूरत पड़ता है, इसलिए आजकल ഓക്കെ, അങ്ങനെ പോണ വഴിക്കാൻ നിങ്ങൾ കാഴ്ചകളുണ്ട്. പോകുന്ന വഴിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, സംഭവം കിട്ടില്ല കാഴ്ചകളാണ്.
നല്ല ഗ്രീനറി കേട്ടോ, ഗ്രീനറി. മലകളാണ്. എന്തായാലും നമുക്കിത് എത്രത്തോളം കണ്ടില്ല, കാരണം ക്ലൗഡ് ഉണ്ടായിരുന്നു. പക്ഷെ നോക്കി ബ്യൂട്ടി ബ്യൂട്ടി. ഒന്ന് കാറ്റടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെയുള്ള സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ് ഫുള്ള് സൈക്കിള്. എന്താ രസമല്ലേ ഒരു കാലഘട്ടം. ആഹാ നല്ല ഫ്രെയിം നോക്കി. പിന്നോടുള്ള മാർക്കറ്റ് ഇങ്ങനെയുണ്ടോ. ഡ്രൈവർ അല്പസമയത്തിന് ശേഷം മാറി. I'm feeling very uneasy. That's why I'm riding for some. അങ്ങനെ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. മിനിസ്റ്ററല്ല, പോലീസുകാരാണ് പോകുന്നത്. കുട്ടി സ്കൂൾ യൂണിഫോമുകളൊക്കെ ഇങ്ങനെ കേട്ടോ. വൈറ്റ് പാൻറ്റിൽ മാത്രമുള്ള മാറ്റം, കോട്ടിൽ ബാക്കിയൊക്കെ വൈറ്റാണ്. ചെറിയൊരു മഴ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി അരുണാചൽ പ്രദേശിലേക്ക് കിടക്കുകയാണ്. District to tourism, welcoming. मഴ ഉണ്ട് കേട്ടോ അത്യാവശ്യം. थोड़ा आराम से जाना, थोड़ा वीडियो वगैरह पकड़ना वही से. इधर അപ്പുറത്ത് അരുണാചല്, ഇപ്പുറത്ത് ആസാം. ചെറിയൊരു ബോർഡർ മാത്രം. നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് കടന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ അതായത് ഇത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന മറ്റേ എന്താ പറയുക, കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടേ ഇവിടെ സാധനങ്ങൾക്ക് വില കുറവാണ്. നമുക്ക് ആദ്യം ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകുന്ന പോലെ ഓടിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. പെർമിറ്റ് വേണം, ഇന്നർ ലൈൻ പെർമിറ്റ്, ILP. അപ്പോൾ ILP ആദ്യം നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ RWD ഓഫീസാണ്. അപ്പോൾ आप लोग को परमिट नहीं चाहिए ना? सबको അതായത് അവർ ആസാമികളാണെങ്കിൽ പോലും അവർക്കും പെർമിറ്റ് വേണം, എല്ലാവർക്കും പെർമിറ്റ് വേണം. പെർമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാക്കി പ്രൊസീജിയർ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ തെരുവുകളിലൂടെ നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഇന്നർ ലൈൻ, ടെമ്പററി ഇന്നർ ലൈൻ പെർമിറ്റ് കൗണ്ടർ കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം. അത് പെട്ടെന്ന് പോയിട്ട് നമ്മളെന്ത് ചെയ്യും, അത് ഉണ്ടാക്കിയിട്ട് നമ്മളുള്ളിൽ കയറും. ഓക്കെ, തൽക്കാലം ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ. ഭയങ്കര വിശപ്പാണ്. റൊട്ടി, അതേപോലെ ഓംലെറ്റ്, പിന്നെ ഭുജിയ. ഭയങ്കര വിശപ്പുള്ള ആളാണ്. അടുത്ത് വന്നു. എനിക്ക് ഞാൻ പറഞ്ഞുള്ളത് ഒരു ഓംലെറ്റും ഒരു മാഗി ഉണ്ടോ. ഇമാരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മാഗിയാണ് പറഞ്ഞു കേട്ടോ.
എനിക്ക് ചില സമയങ്ങളിൽ കുറച്ച് വിശ്വാസം കൂടുതലാണ്. അപ്പോൾ ഞാൻ മാഗി എടുത്തു, മാഗിയും ഒരു ഓംലെറ്റും. ഏതാ നോർത്ത് ഈസ്റ്റ് ശരിക്കും നല്ല സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കുറേ വൈബുകളിവിടെ ഉണ്ട്. ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇന്ന് വൈകുന്നേരം ഇവിടെ കളിയുണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചാണ്ട് നമ്മളിങ്ങനെ പോകണ്ടോ. അതായത് പോബ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാണ് പോണത്. രണ്ട് സൈഡിലും നല്ല കൊടൂരമായിട്ടുള്ള കാടുകളാണ്. ഓക്കെ, കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ എത്ര കിലോമീറ്ററിലോകം 10-20 കിലോമീറ്റർ ഉള്ളൂ നമ്മളിപ്പോൾ ഈ പോകുന്നു കേട്ടോ. പക്ഷെ കാട് കുറേ ഇതായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതേ പോലത്തെ നല്ല രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മളെ എവിടെ വരോ നാടുകാണി കൂടെ അങ്ങനെ കയറ്റി നമ്മൾ മറ്റേതിന് പോലെ മറ്റെന്തിനു പറയാ, നമ്മളെ എന്താ പിന്നെ പറയാം, സിംഹവും എന്തൊക്കെ ടൈഗർ റിസർവ് പേര് കിട്ടില്ല. അതായത് നമ്മളെ നാടുകാണി കയറിയിട്ട് മസനഗുഡി പോണ വഴിക്ക് തിരിയാതെ നേരെ പോയി കഴിഞ്ഞാൽ അറിയുന്ന കമൻറ്റ് ചെയ്യും ആ സ്ഥലം. അതേപോലത്തെ നല്ല രസമായിട്ടുള്ള ഇതാണ്. ജബ് യഹ ആയ പൂര ബാരിശന നമ്പർ പ്ലേറ്റ് കണ്ടെങ്കിൽ AR ആയി മാറി ഫുള്ള്. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് റോഡ് സൈഡിലും ഓരോ ദൈവങ്ങളുണ്ട്, ഓരോ സ്റ്റാച്യൂകൾ, ഓക്കെ, ഓരോ പ്രതിമകൾ, ബിംബങ്ങൾ അവർ ഇവിടെ ഉണ്ട്. അതായത് ചിലതൊക്കെ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ചിലത് വെള്ളത്തിൻ്റെ, അതായത് പുഴൻ്റെ ഒക്കെ നടുവിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മിഡിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതായത് വിശ്വാസത്തിൻ്റെ കുറേ സാധനങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്ധമായിട്ടാണോ ട്രൂ ആണോ എന്നുള്ളത് നമുക്ക് ആഫ്റ്റർ ഡെത്ത് അനദർ വേൾഡ് നമുക്ക് മനസ്സിലാക്കാം. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഞാനൊരു ഒഫെൻസീവായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. കാരണം പല മതസ്ഥർ പല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നതുപോലെ വിശ്വസിക്കുന്ന അവനവൻ്റെ വിശ്വാസങ്ങൾ എപ്പോഴും അവനവന് ഭയങ്കരമായിട്ട് നമ്മളതാണ് ശരി. ഇപ്പോൾ ഞാനൊരു ഹൈന്ദവനാണെങ്കിൽ എൻ്റെ ആദർശങ്ങളാണ് ശരി, ഞാനൊരു മുസ്ലിമാണ് എൻ്റെ ആദർശങ്ങളാണ് ശരി, ഞാനൊരു ക്രിസ്ത്യനാണെന്നുണ്ടെങ്കിൽ എൻ്റെതാണ് ശരി എന്ന് അവകാശവാദം വെക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അതായത് അവർക്ക് പറയുന്ന പേരാണ് ഫനാറ്റിക് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഫനാറ്റിക് സോണുകളൊക്കെ ആക്കിയിട്ട് പണ്ട് കാലങ്ങളിൽ ജാഹിലിയ കാലഘട്ടങ്ങൾക്ക് പോലുള്ള അതിനൊക്കെ ശേഷം ഫനാറ്റിക് സോണുകളൊക്കെ ആയിട്ട് കുറേ റീജിയൻസിനെ ഇതാക്കിയിട്ടുണ്ട്. എന്നതുപോലത്തെ ഒരു ഫനാറ്റിക് സോണൊക്കെയാണ് ഇവിടെയുള്ള കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ ആഫ്റ്റർ ഡെത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അധികം ഫിലോസഫി പറയുന്നില്ല. പിന്നെ ആളുകളുണ്ടല്ലോ ഭയങ്കര ഹൈറ്റ് കുറവാണ് അല്ലേനാ, ഹൈറ്റ് കുറവില്ല ആളുകളാണ്. പിന്നെ അതേപോലെ ഡ്രൈവേഴ്സും ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നോർത്ത് ഇന്ത്യ ഈസ് സംതിങ് എൽസ് ഫ്രം അതർ റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ, റൈറ്റ്? എസ്പെഷ്യലി ഇഫ് യു ആർ കമ്പയറിംഗ് വിത്ത് നോർത്ത്, മിഡിൽ നോർത്ത് ലൈക്ക് UP, ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, സംതിങ് ലൈക്ക് ദാറ്റ്. സോ entirely different, yeah. So yeah, ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി ഫുള്ള് സെറ്റപ്പ് മാറി. നല്ല വൃത്തി വീടുകളുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ. പക്ഷേ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ കുറേ നേരത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. എല്ലായിടത്തും ഇതേപോലത്തെ വീടുകളുണ്ട്. ഇതൊക്കെ പാടത്തിൻ്റെ നടുവിലുള്ള ഓരോ വീടുകളാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാണ്. ചൂണ്ടലിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒഫീഷ്യലി ബോർഡറിലേക്ക് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ് ബോർഡർ, അരുണാചൽ പ്രദേശ് അല്ലോ, പാസിഘട്ടിൻ്റെ ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. അരുണാചൽ പ്രദേശ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഒന്ന് ഉറങ്ങിച്ചു, അതാണ് വാളി. നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ കാണാൻ വേറെ ഒന്നുമില്ല, ഒക്കെ എല്ലായിടത്തും ഇതേപോലെ നേരത്തെ നിങ്ങൾ കണ്ട ഗ്രീനറിയാണ്.
അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ പോവാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ പാസിഘട്ടിലേക്ക് പോകുന്നതിൻ്റെ 10 കിലോമീറ്റർ താഴെ വണ്ടി നിർത്തിയേക്കാണ്. കാരണം കംപ്ലീറ്റ് മഴ പെയ്യാണ്. എന്താ ചെയ്യാം, നമ്മൾ പോവും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു ആൻറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ രൂപസാദൃശ്യങ്ങൾ വന്ന് കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ जो जगह का नाम क्या? വൊഡാക്കിലേക്കാണ് പോണത്. പാസിഘട്ട് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ഡ്രസ്സ് ഇറക്കിയിട്ടാണ് കാണുന്നത്. നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ, റോഡുകളൊക്കെ നല്ല രസമുണ്ട് ഇവിടുന്ന് കേട്ടോ. ബാക്കിയുള്ള റോഡുകളൊക്കെ പച്ച പൊളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. സംഭവം കാണാൻ നല്ല രസമുണ്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാം, അല്ലാതെ ടൂറിസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുപോവാം. അങ്ങനെയാണ്. ഉണ്ട് അടിപൊളി ചെറിയ ഹട്ടുകൾ, നൈസ് പരിപാടികൾ ഇവിടെ ഉണ്ട്. ബ്രഹ്മപുത്ര നദി ഉണ്ടോ, പുഴ പോണ പോക്ക് നോക്കി. പുഴ ഇതിൽ ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട്, അതിൽ അങ്ങോട്ടും ഒഴുകുന്നുണ്ട്. പുഴ ഒഴുകി നോക്കി, കാണാൻ നല്ല രസമുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലെ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് പാസിഘട്ട് എന്ന സ്ഥലം ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡെവലപ്ഡ് ഒന്നല്ല, പക്ഷെ അങ്ങനൊരു വൈബ്. നമ്മളെ ശരിക്കും നമ്മളെ നാട് കാണിമ്പോൾ കയറി കഴിഞ്ഞാൽ ഊട്ടി മസനഗുഡി പോണ വഴി കിട്ടൂലേ, അതേ സാധനം. ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവിന് വന്ന പോലെ ആയി. മഴ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മുകളിലൊക്കെ അങ്ങനെ കാണുന്നത്. മണിക്കൂറുകളോളം നമ്മൾ യാത്ര ചെയ്യുക. ഏകദേശം 8 മണിക്ക് കയറിയതാണ്. 12:52 ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവിന് പറ്റിയ കുറേ ടൈമിന് ശേഷം ആകെ ഒരൊറ്റ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മളൊരു പ്രത്യേക റൂട്ട് കയറിയിട്ട്, അത് ആസാം രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ഇവിടെയൊക്കെ മുകളിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പോരുന്ന സാധനമാണ്. കറക്റ്റ് നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അതേപോലത്തെ അല്ല, അതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കാശ്മീരിലേറെ ഇത് ഭംഗിയുണ്ട്. കാശ്മീരിലെന്ന് വെച്ചാൽ ഫുള്ള് പൊടിയും ഇതല്ലേ, ഇതങ്ങനല്ല. അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് അവിടുത്തെ പോലെ തന്നെ ഇവിടെ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പല സ്ഥലങ്ങളിൽ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത സാധനം ശ്രദ്ധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഇത് കാണിച്ചു തന്നില്ലേ, കുറച്ച് പഴം ഇതുണ്ട്. ഫുള്ള് ബനാന ട്രീകളാണ്, കാട്ടിലത്തെ വാഴകളാണിത് കംപ്ലീറ്റ്. ഇതവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ആളുകൾ. ഈ കാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് സംഭവം. ഇത് ചെറിയ പുഴ അല്ല കേട്ടോ, കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും നല്ല ഒഴുക്കുണ്ട്, നല്ല കനത്തിൽ ഒഴുകുന്നുണ്ടോ. മുകളിൽ നിന്ന് നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയോണ്ടാണ് ഇപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ചെറിയതല്ല, നല്ല രീതിയിലുണ്ട്. തൽക്കാലം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചെക്കന്മാരിങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. ഇവർക്കൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവരൊന്നാമത് ആദ്യമായിട്ട് വരികയാണ്, ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട്. പക്ഷെ നമ്മൾ കാശ്മീർ അങ്ങനെ ഭൂപ്രകൃതി ഉണ്ടല്ലോ ഒരേപോലെയാണ്. ഇതിലിപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നുന്നത് അവിടെ കുറച്ച് വാഴപ്പഴം അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ഏ ജഗ കാ നാം ക്യാ? ബോഡാങ്, ബോഡക്, ബോഡാക്ക് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ പാസിഘട്ട് ഡിസ്ട്രിക്റ്റിലെ ബോഡാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി മുന്നേക്ക് ഇങ്ങനെ പോകുന്നപ്പോൾ ഇവിടെ കുറച്ച് വില്ലേജുകളാണ്. നല്ല രസമാണ് കാണുമ്പോൾ. ഇവിടെ ഭയങ്കര സൗണ്ട് കേൾക്കണം. എന്താ അറിയോ, വെള്ളത്തിൻ്റെ സൗണ്ടാണ്. ഞങ്ങൾ നല്ല ഉയരത്തിലാണ്, അതാണ് വെള്ളത്തിൻ്റെ ഇത് ഒഴുക്കി നല്ല പവറിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു, അവിടെ വണ്ടി അവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് തൽക്കാലം നമ്മളിവിടെ ഇങ്ങനെ തിരിക്കും. ഓക്കെ, സംഭവം ഞങ്ങൾ ആ താഴെ പാലം കണ്ടില്ല, ആ പാലത്തേക്ക് പോവാട്ടോ. പൗതി എത്തിയപ്പോൾ എന്തോ ഒരു ജന്തു വരുന്നുണ്ട്, ആള് പേടിച്ചിക്കണേ.
പേടിച്ച് പേടിച്ച് വലിയൊരു പോത്തിന്റെ ശരീരം കൊണ്ട് आराम से वो लोग इतना दूर से पहुंचा हम टॉप डेंजर ആണ് अंदर जाना पड़ेगा आराम से പെരുമാടി ये हाथ में पकड़ो मैं नहीं सकूंगा നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ ഇതിന് മുന്നേക്ക് പോയിക്കണ് ഓരെവിടെയാണ് ഒരു ഐഡിയ അവിടെ ഉണ്ട് രണ്ടാളും നിൽക്കുന്നത് हाँ बी है ना बी खाने को मिलने से नॉट टेस्टी होगा सोचो ना क्या है हैं दिखाई दे रहा है नहीं 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 वो नहीं कुछ नहीं करना वो कुछ नहीं है वो उसमें है नहीं नहीं उसमें है नहीं है अरे തേനീച്ച കേട്ടോ अरे जूम करके देख लो नहीं है तो नहीं है भाई अब പെരുങ്കാടാണ് ടോപ്പ് കാടാണ് പറഞ്ഞു വലിപ്പിക്കല്ല अब मत जाओ हाँ अब नहीं रास्ता नहीं नहीं नीचे मैं नहीं जा सकता मेरे को डर रहा है यहाँ हाँ, से रास्ता फिर ही आओ। नहीं है ये ना ऐसा ही है ये ना बहुत डर लग गया बारिश भी लग रहे हो अगर वो बारिश अगर आए अगर फंस जाएगा ना बच जाए बस हो हाँ कुछ भी नहीं मिलेगा हमारा कपड़ा भी नहीं मिलेगा जैसे होगा അപ്പോൾ നമ്മൾ ഇവിടുന്ന് भाई डर गया डर गया पाइथन है इधर के मत आओ चलो പൈത്തൺ സുസു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി മേലേക്ക് തന്നെ കയറാണ് ഓക്കെ എന്നിട്ട് നമുക്ക് അടുത്ത് സൗണ്ട് മാറ്റാണ് രാജവെമ്പാലൊക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും പേടിയാണ് രാജവെമ്പാല പത്താ കിങ് കോബ്ര वो ब्लॉग है ഒരു കാലി നീ പോലെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് നേരെ കയറിയിട്ടു നമ്മൾ മുകളിൽ നിന്ന് കുറേ സാധനങ്ങൾ പറഞ്ഞില്ല നല്ല രസമുള്ള ഇതൊക്കെ കാട്ടിലെ നട്ടോ പഴങ്ങളാണ് വാഴപ്പഴം जल्दी नहीं फटता है तुम देख डिस्पोजल മേലെ കയറണം ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇതിന് കുഴങ്ങി നല്ല ടയർഡായി നമുക്ക് പോവേണ്ടിയിരുന്ന സ്ഥലം കേട്ടോ ഈ വില്ലേജ് പക്ഷെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്തൂല പിന്നെണ്ടോ ഏ നദിയൊക്കെ നാം ഞാൻ ഭൂൽ ഗയാ സിയാങ് നദി കേട്ടോ സിയാങ് നദി वो चाइना में यालुंग संगपो चाइना से आ रहे हैं चाइना का नाम है यालुंग संगपो यालुंग सोंगपो ये जाके ब्रह्मपुत्र बनेगा आगे और एक लोहित नदी हम लोग आया था ना ब्रिज के ऊपर से पार होके इस नदी का चाइना में नाम है यालुंग संगपो ये चाइना से आ रहे हैं ना यालुंग यालुंग संगपो ചൈനയിൽ നിന്ന് വരുന്ന നദിയാണ്ടത് യാലോങ് സോംബോ ഇതിൻ്റെ അവിടുത്തെ പേര് ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടാണ് ബ്രഹ്മപുത്ര പഞ്ചായകന जब लोहित नदी के साथ मिलेगा आगे फिर ब्रह्मपुत्र താഴ്ത്തിയിട്ട് ലോഹിത് നദി എത്തിയിട്ട് ഈ സിയാങ് നദി ഒന്നും കൂടി ചേർന്നിട്ട് ബ്രഹ്മപുത്ര ആവും ബ്രഹ്മപുത്രം ഭയങ്കര വൈഡായിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടില്ലേ അത് അപ്പോൾ ഇനി ബ്രഹ്മപുത്രനെ കുറിച്ച് പറയാൻ നേരില്ല അത്യാവശ്യം നല്ലോണം കുഴങ്ങിക്കണ് बारिश देगा उस साइड दे रहा था ना ഇവരൊക്കെ എന്താ അടിച്ചിക്കണ അറിയില്ല കൊയ് നശാമേ ആപ്പ് ലോക ഇല്ലടോ ഒക്കെ നോർമലാണ് ഒക്കെ നല്ല ചെക്കന്മാരാണ് നമ്മൾ നേരെ ഇതുണ്ടോ വാഴപ്പഴങ്ങൾ കണ്ടു വാഴകൾ നമ്മൾ കുറേ നടന്ന് കുഴങ്ങി ലാസ്റ്റ് നമ്മളിവിടെ ഇരിക്കുകയാണ് ചെക്കന്മാരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് കുളിച്ചു അതായത് ഞാൻ കാണിച്ചത് കൊടും കാടാട്ടോ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കിഡ്ഡലോസ്കി കാടാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കരടി അങ്ങനത്തെ സാധനങ്ങളുണ്ടോ അടിപൊളിയായിട്ട് അതല്ല പ്യുവറായിട്ടുള്ള വെള്ളം ഇവിടെ നമ്മളിങ്ങനെ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് തിരിച്ചു പോകും ഇവിടെയൊക്കെ ആകെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർ ആകെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പം അവിടെ കുറേ ആളുകളുടെ ചെരുപ്പൊക്കെ കാണുന്നുണ്ട് അതേപോലെ കുറേ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട് എന്താ അറിയില്ല ഇവിടെ പോയി ഇനി വെള്ളപ്പൊക്കത്തിൽ പോയിക്കാൻ അറിയില്ല പിന്നെ അപ്പുറത്തൊക്കെ ഓപ്പണായിട്ട് കുറേ കപ്പിൾസ് വന്നിരിക്കുന്നുണ്ട് മദ്യപാനം പല പരിപാടികളായിട്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടുന്ന് നേരെ തിരിക്കുകയാണ് ഓക്കെ നേരെ നമ്മളിനി പാസിഘാട്ട് പോയിട്ട് എന്താണ് ഓ പാസിഘാട്ടനാ ഓ ജഗാനാ ആ പാസിഘാട്ട് പോയിട്ട് നമ്മൾ നേരെ ഇനി ആസാമിലേക്ക് തന്നെ തിരിച്ചു പോകും ഇതിലിങ്ങനെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മലമ്പാമ്പൊന്നും ഇല്ലാതിരിക്കട്ടെ അവിടെയൊക്കെ കുറേ കപ്പിൾസ് ഉണ്ട് സംഭവം നൈസാണ് വ്യൂ അടിപൊളിയായിട്ട് അതേപോലെ ഇങ്ങനെ കിട്ടിലും വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് ഇങ്ങനെ
കുക്കിംഗ് പരിപാടികൾ, അതേപോലെ തന്നെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലേ, കുറേ ആളുകളുണ്ട് ഇവിടെ. ഫുള്ളിങ്ങനെ സംഭവം അടിപൊളിയാണ്. വന്നു കഴിഞ്ഞാൽ കിട്ടില്ലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ കുറേ കപ്പിൾസും ഒക്കെ ഇരിക്കണം. അപ്പം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഇടാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെയുള്ള കപ്പിൾസ് അവിടെ വന്നു പെട്ടാണ്. ഇവിടെയുള്ള കപ്പിൾസൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പല പരിപാടികളിലാണ്. നമുക്ക് അങ്ങോട്ട് എത്തി നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ക്യാമറ എല്ലാം അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളതിൻ്റെ ഏറ്റവും പീക്കിലാണ് പോയിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇത് നോക്കി ഭയങ്കര ഒഴുക്കാട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിക്കുകയാണ്. ഇവിടെ കണ്ടോ കുറേ കാറുകളും, കുറേ അല്ല കേട്ടോ, സമാന്തരമായിട്ട്. അതായത് ഇതിലൊന്ന് ഭക്ഷണം കഴിക്കണു. അപ്പോൾ ഫാമിലി ആണോ ഒഫീഷ്യലാണോ അൺഒഫീഷ്യൽ ആണോ നമ്മൾ അന്വേഷിക്കില്ല. അതൊക്കെ ഓരോ പ്രൈവസി. അപ്പോൾ നമ്മളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഒറ്റക്കൊന്നല്ല കേട്ടോ, നമ്മളെ കൂട്ടുകാർ അവിടെ ഉണ്ട്. ഏനാ നല്ല കിഡിൽ ആംബിയൻസ്, നല്ല കുറച്ച് നല്ല ധൈര്യമുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. കിഡിലായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റും. ആനയും പുലിയും കാട്ടുപുലിയും എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് രസമായിട്ട് എൻജോയ് ചെയ്യാം. നമ്മളിവിടുന്ന് തിരിക്കുകയാണ്. നമ്മൾ ചെക്കന്മാരുണ്ട്, ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലുള്ള വ്യൂ നോക്കി. ഇത് ശരിക്ക് ഒരു നാച്ചുറലാണ്. സെൽഫ് റിസ്കിൽ ഇങ്ങോട്ട് വരണം. എന്ത് ചെയ്യാണ് ഇവിടെ വരികയാണെങ്കിലും സ്വന്തം റിസ്ക്. ഇവിടുത്തെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 100 രൂപേൻ്റെ ടിക്കറ്റ് ആട്ടോ ഈ കാടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മളെ ടിക്കറ്റ് എടുത്തിരുന്നു. അതായത് നോക്കി, എൻട്രി ഫീ ഫോർ 4 വീലർ 4, അതായത് 4 വീലറിന് 100 രൂപ, 2 വീലറാണെങ്കിൽ 50 രൂപ. പിന്നെ ഇവിടുന്ന് കുക്ക് ചെയ്യണമെങ്കിൽ റോസ്റ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ 200 രൂപ, പിക്നിക്ക് പരിപാടിയൊക്കെ ആണെങ്കിൽ 500, ബർത്ത്ഡേ സെലിബ്രേഷന് 300, അതേപോലെ തന്നെ ഫോർ 1 ഡേ അറ്റ് സിബോട്ട് ഏരിയ ഓഫ് ബഡ കമ്മ്യൂണിറ്റി ലാൻഡ്, ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിലും എത്ര 300 രൂപ. അത് ഇതുണ്ട്, അതിൻ്റെ മുതലും ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നാച്ചുറൽ ഒരു ഇതൊക്കെ ശരിക്കും ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ കിഡിലും പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നേരെ തിരിച്ചു പോവാണ്, ശരിക്കും തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ബെൽ ബട്ടണും പിന്നെ എന്തൊക്കെയുള്ള ആക്കുന്നത് സെറ്റാക്കി. ഓക്കെ.